ഹലോ എവരി വൺ. അപ്പം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ഹോം മെയ്ഡ് പിസ്സയാണ്. നല്ല എളുപ്പമാണ് കേട്ടോ പിസ്സ ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്ത് അതിനകത്ത് 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് എല്ലാം ചേർത്ത് ചെറിയൊരു വാം വാട്ടറിൽ നമ്മൾ നല്ലതുപോലെ കുഴച്ച് വെക്കണം. കുറച്ചിട്ട് നമ്മൾ എണ്ണ തടവിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ചൂടുള്ള സ്ഥലമൊക്കെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 4 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലതുപോലെ പൊന്തി കിട്ടി. പിന്നെ നമ്മൾ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് തൈരൊക്കെ ഇട്ട് വെച്ചിട്ട് ചിക്കൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ക്യാപ്സിക്കവും ഉള്ളിയും നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പിസ്സയ്ക്ക് ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ ഒരു ബൗളിലേക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് റെഡിയായി. നോക്കിക്കേ, നമ്മുടെ പിസ്സ മാവ് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു പാത്രത്തിലേക്ക് പിസ്സ മാവ് നല്ലതുപോലെ കൈ വെച്ച് പരത്തി പരത്തി കൊടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് പൊന്തി പോവാതിരിക്കാനാണ് കേട്ടോ മാവ്. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ പിസ്സ സോസ് അതിനകത്തേക്ക് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ചീസ് ഉണ്ടല്ലോ, മൊസറല്ല ചീസ് വേണം നമ്മൾ പിസ്സ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ. അപ്പോൾ എത്ര വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ചീസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലതുപോലെ ചീസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കനും ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ഇല്ലേ, അതെല്ലാം ഇതിലേക്ക് നല്ലതുപോലെ മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതെല്ലാം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ടൊമാറ്റോ സോസ് ഒഴിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ മൊസറല്ല ചീസും ടൊമാറ്റോയും ഒക്കെ ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം കേട്ടോ. നമുക്ക് ചോളം ചേർക്കാം, ഒലിവ്സ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പിന്നെ ഏറ്റവും മുകളിലേക്ക് ഒറിഗാനോയും ചേർക്കാം. എന്നിട്ട് ഓവനിൽ 200°C ഒരു 20 മിനിറ്റ് പിസ്സ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സ നല്ല സൂപ്പറായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ.